ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ബ്രൗണീസാണ്. ഇതെൻ്റെ പ്രീമിയം ചോക്ലേറ്റ് ബ്രൗണിയാണ് കേട്ടോ. പിന്നെ ചെയ്യാനുള്ളത് നമ്മുടെ സ്വന്തം കുനാഫ ചോക്ലേറ്റ് ബ്രൗണിയാണ്. ഇത് കുറച്ച് വലിയൊരു പാർട്ടി ഓർഡറാണ് കേട്ടോ. ഒരു എൻഗേജ്മെൻറ്റ് പാർട്ടിക്കുള്ളതാണ്. ഒരു 150 പീസോളാണ് കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടാണ് എനിക്ക് മിക്ക കമൻസും വരാറുള്ളത്. ഓൾറെഡി ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. നമ്മൾ എത്ര ചോക്ലേറ്റ് ആണോ എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതിയാണ് നമ്മൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ഗനാഷ് ഉണ്ടാക്കി നമ്മളൊരു ഓവർനൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് നമുക്ക് ഇതുപോലെ നല്ല തിക്ക് ഗനാഷായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ ബ്രൗണീസിന് റെസിപ്പി ഒന്നും പറയാത്തത് ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രൗണി വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഓവനിലും വിത്തൗട്ട് ഓവനിലും ഒക്കെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഗിവ് അവേ വിന്നറെ നാളെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഗിവ് അവേ റിസൾട്ടിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും വെയിറ്റിംഗ് ആണെന്നുള്ളത് എനിക്കറിയാം. പിന്നെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രൗണി ഏകദേശം ഒരു 3 kg ഒക്കെ വെയിറ്റ് വരും. അപ്പോൾ 3 kg ബാറ്റർ ഒന്നിച്ചുണ്ടാക്കി 2 kgൻ്റെ പാനിൽ 2 വട്ടമായിട്ട് ഒഴിച്ചതാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസൈനില്ലേ, അത് ഞാൻ എന്തിനാണ് ചെയ്തതെന്ന് എനിക്ക് പോലും ഒരു ഐഡിയ ഇല്ല. കാരണം നിങ്ങൾ തന്നെ കാണുന്നില്ലേ, ഞാനതിൻ്റെ മുകളിൽ കുനാഫ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത്രയും ടൈം എടുത്ത് എന്തിനാണ് ഞാൻ ആ ടൈം വേസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഓരോ ടൈമിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഓരോരോ പൊട്ടത്തരം, അല്ലാണ്ട് ഇപ്പം എന്താ പറയുക. പിന്നെ ഒട്ടും സമയമില്ലാത്തൊരു സമയമാണ് ഞാൻ ഈ കളഞ്ഞുകൊണ്ടിരുന്നതും. അങ്ങനെ നമ്മുടെ എല്ലാ ബ്രൗണീസിലും കുനാഫയൊക്കെ ഫില്ല് ചെയ്ത് പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം കൂടി തോന്നിയത്. ബാക്കി വന്ന ഗനാഷ് കൂടി അതിൻ്റെ മുകളിൽ പൈപ്പ് ചെയ്യാന്നുള്ളത്. അത് ഫ്രിഡ്ജിൽ വെച്ച് വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് ഓർത്ത് ചെയ്തു കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ ഇനി ഇത് ഡെലിവറിയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആയി. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ.